1.5 പതിറ്റാണ്ടിലേറെയായി വടക്കൻ നൈജീരിയയിൽ ഭീതി വിതച്ച ബോക്കോ ഹറാം ഭീകരതയെ അതിജീവിച്ച് മൈദുഗുരി രൂപതയിലെ ആയിരക്കണക്കിന് വിശ്വാസികൾ ദേവാലയങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നു. ഭീകരാക്രമണങ്ങളെ തുടർന്ന് വർഷങ്ങളോളം അടച്ചിടേണ്ടി വന്ന ദേവാലയങ്ങൾ വീണ്ടും സജീവമാകുന്നതായും വിശ്വാസികളുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തുന്നതായും പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ച് ബിഷപ്പുമാർ 2009 ബോക്കോ ഹറാം കലാപം തുടങ്ങിയ ശേഷം മൈദുഗുരി രൂപതയിൽ മാത്രം 90,000-ലധികം കത്തോലിക്കർക്ക് വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. 1000-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം ദേവാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു. ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായിരുന്ന മേഖലകളിൽ പോലും ഇപ്പോൾ വിവാഹങ്ങളും മാമോദീസകളും വൻതോതിൽ നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളാണ് പുതുതായി മാമോദീസ സ്വീകരിച്ചത്. മൈദുഗുരി രൂപതയിലെ ബിഷപ്പ് ഒലിവർ ഡോം, ബിഷപ്പ് ജോൺ ബക്കാനി എന്നിവർ നൽകുന്ന വിവരങ്ങളനുസരിച്ച് വിശ്വാസികളുടെ മടങ്ങിവരവ് ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലാണ്. മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ വിശുദ്ധ കുർബാനയ്ക്കും മറ്റ് തിരുക്കർമ്മങ്ങൾക്കുമായി എത്തുന്നുണ്ട്. ഇത് 100 കണക്കിനല്ല, മറിച്ച് ആയിരക്കണക്കിന് പേരുടെ മടങ്ങിവരവാണെന്ന് അവർ വ്യക്തമാക്കി. മൈദുഗുരിയിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇത്തവണ റെക്കോർഡ് ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. ബോംബ് സ്ഫോടനങ്ങൾക്കും വെടിയൊച്ചകൾക്കുമിടയിലും വിശ്വാസികൾ തങ്ങളുടെ ആത്മീയ ജീവിതം മുറുകെ പിടിച്ചതാണ് ഈ മടങ്ങിവരവിന് പിന്നിലെ കരുത്തെന്ന് ബിഷപ്പ് ഒലിവർ പറഞ്ഞു. നൈജീരിയയുടെ ചില ഭാഗങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും മറ്റ് പലയിടങ്ങളിലും ഇപ്പോഴും തട്ടിക്കൊണ്ടുപോകലുകളും അക്രമങ്ങളും തുടരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സംഘടനയായ എയ്ഡ്സ് ടു ദി ചർച്ച് ഇൻ നീഡ് ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെ തകർക്കപ്പെട്ട ദേവാലയങ്ങളും ക്ലിനിക്കുകളും പുനർനിർമ്മിക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ദുരിതങ്ങളിൽ തളരാതെ വിശ്വാസത്തിലേക്കും മാതൃസഭയിലേക്കും മടങ്ങിയെത്തുന്ന ഈ ജനത ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.